ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹിതയുടെ കൃഷ്ണാനുഭവമാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. എൻ്റെ പേര് ഹിത. പൊങ്ങണംകാട്. എനിക്ക് 3 കുട്ടികളുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞുനാളിലെ കണ്ണൻ്റെ ഭക്തയാണ്. വിവാഹം കഴിയുന്നത് വരെ ഞങ്ങൾ എല്ലാ മാസവും ഗുരുവായൂർ പോവാറുണ്ട്. വിവാഹശേഷം എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ വളരെ കുറച്ച് തവണ മാത്രമേ സാധിച്ചുള്ളൂ. പിന്നെ 2024 ജനുവരി മുതൽ ത്രിമധുരം കേൾക്കാൻ തുടങ്ങി. കേൾക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി തോന്നാറുണ്ട്. വീടിനടുത്ത് നിന്ന് ചേച്ചിമാര് വണ്ടി വിളിച്ച് എല്ലാ മാസവും ഗുരുവായൂർ പോവാറുണ്ട്. എനിക്ക് അപ്പോഴൊന്നും പോകാൻ സാധിക്കാറില്ല. 2024 മെയ് മാസം ഞാൻ മൂത്ത മകനും 10 വയസ്സാണ്, ഇളയ മകൻ 2.5 വയസ്സാണ്. വീടിനടുത്തുള്ള ചേച്ചിമാരുടെ കൂടെ അങ്ങനെ പോകാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ മകന് ചെറിയ ജലദോഷം കാരണം അവനെ വീട്ടിലാക്കി ഞങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ണാ എന്തെങ്കിലും അനുഭവം തരണേ എന്നും പ്രാർത്ഥിച്ചാണ് യാത്ര. ഗുരുവായൂർ പോവുക എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദാണ്. ആ നട കാണുമ്പോൾ തന്നെ ഉള്ളിൽ സന്തോഷം അലതല്ലും. ഞങ്ങൾ ഗണപതിയെ തൊഴുത് വരിയിൽ നിന്നു. 1 മണിക്കൂർ നിന്നപ്പോൾ കേട്ടു ശ്രീഭൂതബലി കാരണം ഉള്ളിൽ കടക്കുവാൻ നേരം വൈകുമെന്ന്. വിഷമത്തോടെ ഞങ്ങൾ പുറത്തു കടന്നു. ദേവിയുടെ അതിലെ ഉള്ളിൽ കടന്നു. ഞങ്ങൾ കുറച്ചു പേരുണ്ട്. മൂത്ത മകൻ വല്യമ്മയുടെ കൂടെയും ഇളയ മകനെ ഞാൻ എടുത്തിട്ടുമുണ്ട്. നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞാനും മകനും കൂടി കൊടിമരത്തിന്റെ അടുത്തെത്തി. സത്യം പറഞ്ഞാൽ ഒരു വിളക്കിന്റെ നാളം പോലും കണ്ടില്ല. അനുഭവം ആഗ്രഹിച്ചു വന്ന ഞാൻ തിരുനാളം പോലും കാണാതെ എന്ന് വേണം പറയാൻ. അപ്പോൾ മുകളിലൂടെ തിരു ഉടയാട പോലെ അലങ്കരിച്ച് നടുവിൽ കൃഷ്ണന്റെ രൂപം വെച്ചിരിക്കുന്നു. ഉടയാടയിൽ മയിൽപ്പീലി വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കരുതി ഇവിടെ നിൽക്കാൻ സാധിച്ചത് തന്നെ വലിയ കാര്യം. ഇത് മാത്രം കണ്ട് മടങ്ങാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ ആകട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന്. പെട്ടെന്ന് എൻ്റെ പുറകിൽ നിന്നൊരു ശബ്ദം, കൊടിമരത്തിന് അപ്പുറം നോക്കൂ ഇപ്പുറം നോക്കൂ എന്ന്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 3 ആൾ പിന്നിലായി ഒരു ആള്, നല്ല ഉയരത്തിൽ, 65 വയസ്സ് തോന്നിക്കും. ഞാൻ നോക്കിയതും എന്നോട് പറയും, വീണ്ടും കൊടിമരത്തിന് അപ്പുറം നോക്കൂ ഇപ്പുറം നോക്കൂ എന്ന്. ഞാൻ വീണ്ടും കൊടിമരം നോക്കി, ഒന്നും കണ്ടില്ല. വീണ്ടും പിന്നിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ 3ാമതും എന്നോട് കൊടിമരത്തിന് അപ്പുറം നോക്കൂ ഇപ്പുറം നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒന്നും കണ്ടില്ല. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിനെയും കണ്ടില്ല. പക്ഷെ എനിക്ക് വല്ലാതെ സന്തോഷമായി. എന്നോട് ഭഗവാൻ എന്തോ പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും കാണാനും പറ്റിയില്ല. കുറച്ചു നേരം അവിടെ നിന്ന് ഞാൻ ആലോചിച്ചു, അദ്ദേഹത്തിന് എങ്ങനെ എനിക്കൊന്നും കാണുന്നില്ല എന്ന് മനസ്സിലായി. എന്തിനാണ് എന്നോട് മാത്രം അങ്ങനെ പറഞ്ഞത്? അധിക സമയം അവിടെ നിൽക്കാൻ സാധിക്കില്ല, നല്ല തിരക്കാണ്. മകൻ എൻ്റെ കയ്യിലുണ്ട്. അയ്യപ്പനെ തൊഴുത് വീണ്ടും പ്രദക്ഷിണം ചെയ്ത് കൊടിമരത്തിനടുത്തെത്തി. വീണ്ടും നല്ല തിരക്ക്, കടക്കാൻ പറ്റുന്നില്ല. കൂടെ വന്ന ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ഒന്നും കണ്ടില്ല എന്ന്. സാരമില്ല, എനിക്ക് കാണാൻ യോഗം ഉണ്ടാവില്ല, അതാവും. ഉണ്ണിയെ കൊണ്ട് ഇനി ഈ തിരക്കിൽ പോയാൽ ഒന്നും കാണില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ തൊഴുതിട്ട് വാ എന്ന്, ഞാൻ കാത്തു നിൽക്കാം എന്ന്. ആ വാക്കുകൾ കേട്ട് സന്തോഷമായി. ഞാൻ കൊടിമരത്തിനടുത്തെത്തി. പറയാൻ വാക്കുകളില്ല. നടയിൽ ആരുമില്ല. നേരെ നോക്കിയ ഞാൻ കണ്ണനെ ശരിക്കും ഒരു തടസ്സവുമില്ലാതെ കണ്ടു. കൊടിമരത്തിനപ്പുറം കണ്ടു, ഇപ്പുറം കണ്ടു. സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ഇത്ര നല്ല അനുഭവം എനിക്ക് തന്ന എൻ്റെ പൊന്നു ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം. അതിനുശേഷം എന്ന് പോയാലും ആ കൊടിമരം കണ്ടാൽ തന്നെ ആനന്ദമാണ്. ഇനിയും കുറേ അനുഭവങ്ങളുണ്ട്, പരീക്ഷണങ്ങൾ പിന്നെയാവാം. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തുടക്കം ത്രിമധുരത്തിൽ നിന്നാണെന്ന്. അപ്പോൾ അതും സന്തോഷം തന്നെ. എന്തായാലും ഗംഭീരമായില്ലേ കാര്യങ്ങൾ? മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അനുഭവത്തിൽ ചേച്ചിയുടെ ആകുലതകൾ, അവിടെ എത്തിയപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം പിന്നിൽ നിന്നൊരാൾ ചേച്ചിയോടായിട്ട് പറയുകയാണ്, അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ. പിന്നെ പുറത്ത് വന്ന് തിരിച്ച് വന്ന് അങ്ങോട്ട് നോക്കി തന്നെ നിന്ന് ശരിക്കും ഭഗവാനെ കണ്ട് തൊഴുത് ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ അതൊരു മനോഹരമായിട്ടുള്ള അനുഭവം തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങളാണ് നമ്മൾ ത്രിമധുരത്തിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ വന്നു കഴിഞ്ഞാൽ, കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാനുള്ള ഡീറ്റെയിൽസ് കിട്ടും. വരുന്ന 2 ദിവസം കൂടെ കൃഷ്ണവിഗ്രഹം വരുന്നവർക്ക് നറുക്കെടുത്ത് സമ്മാനം ഉണ്ടാവും. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഹരേ കൃഷ്ണ.